കേന്ദ്ര സർക്കാരിന്റെ ജൻവിശ്വാസ് ആക്ടിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള ചട്ടങ്ങളിൽ കാര്യമായ മാറ്റങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് കൊണ്ടുവന്നത്. കാലാവധി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ലൈസൻസ് അസാധുവാകുന്ന രീതി മുതൽ മാറ്റങ്ങളാണ്. പൊതുജനങ്ങൾക്ക് ഓഫീസുകൾ കയറിയിറങ്ങാതെയും പെട്ടെന്നുള്ള പിഴകളിൽ നിന്നും ആശ്വാസം നൽകുന്നതുമാണ് പുതിയ നിയമങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ ജൻവിശ്വാസ് ആക്ടിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള ചട്ടങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് പ്രധാന ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ലൈസൻസ് ഉടമകൾക്ക് കൂടുതൽ ഇളവുകളും ആശ്വാസവും നൽകുന്ന രീതിയിലാണ് പുതിയ മാറ്റങ്ങൾ അത്രയും ക്രമീകരിച്ചതും. ഈ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നോക്കാം. നിയമ ഭേദഗതികൾ ഇങ്ങനെയാണ്. ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാലും പിഴയോ മറ്റ് നടപടികളോ ഇല്ലാതെ പുതുക്കുന്നതിനായി 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് കിട്ടുമെന്നതാണ് ഏറ്റവും വലിയ കാര്യം. 2019 ഭേദഗതി പ്രകാരം കാലാവധി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ലൈസൻസ് അസാധുവാകുന്ന രീതിയായിരുന്നു നിലവിലുള്ളത്. പുതിയ ഉത്തരവിലൂടെ ആ പഴയ 30 ദിവസത്തെ ഇളവ് പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ലൈസൻസ് പുതുക്കുകയാണെങ്കിൽ പഴയ ലൈസൻസ് എന്നാണ് അവസാനിച്ചത് എന്ന ആ തീയതി മുതൽ തന്നെ പുതിയ ലൈസൻസിനും പ്രാബല്യമുണ്ടാകും. 30 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ലൈസൻസ് പുതുക്കുന്നവർക്ക് ഇനി മുതൽ 60 വയസ്സ് തികയുന്നതുവരെ കാലാവധിയുമുണ്ടാകും. മുമ്പ് ഈ പ്രായത്തിലുള്ളവർക്ക് 5 വർഷത്തേത് മാത്രമായിരുന്നു ലൈസൻസ് നൽകിയിരുന്നത്. എന്നാൽ 55 വയസ്സിന് മുകളിലുള്ളവർക്ക് തുടർന്നും 5 വർഷത്തെ കാലാവധി തന്നെയായിരിക്കും ലഭിക്കുന്നത്. ലൈസൻസ് പുതുക്കൽ നടപടികൾ പൂർണ്ണമായും പരിവാഹൻ പോർട്ടൽ വഴി ഓൺലൈനായി ചെയ്യാമെന്നതാണ് അടുത്ത കാര്യം. അതേസമയം വ്യാജ അപേക്ഷകൾ തടയുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലൈസൻസുമായി നിലവിലെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ടത് നിർബന്ധവുമാക്കിയിട്ടുണ്ട്. നടപടിക്രമങ്ങളും മറ്റ് നിബന്ധനകളും നോക്കിയാൽ 40 വയസ്സിന് മുകളിലുള്ളവർ ലൈസൻസ് പുതുക്കുമ്പോൾ അംഗീകൃത സർക്കാർ ഡോക്ടർ ഡിജിറ്റലായി സാക്ഷ്യപ്പെടുത്തിയ ഫോം 1A മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. അതേസമയം ലൈസൻസ് കാലാവധി കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടാൽ ലൈസൻസ് പുതുക്കുന്നതിന് മുമ്പായി അപേക്ഷകർ വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയരാകേണ്ടി വരും. പൊതുജനങ്ങൾക്ക് ഓഫീസുകൾ കയറിയിറങ്ങാതെയും പെട്ടെന്നുള്ള പിഴകളിൽ നിന്നും ആശ്വാസം നൽകുന്നതുമാണ് ഈ പുതിയ നിയമങ്ങൾ അത്രയും. ലൈസൻസ് കാലാവധി കഴിയുന്നതിന് 1 വർഷം മുമ്പ് തന്നെ ഓൺലൈനായി പുതുക്കൽ നടപടികൾ ആരംഭിക്കാനും പരിവാഹൻ വെബ്സൈറ്റിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.